ഓട്സ് പതിവായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് കേടാണ്. നമ്മുടെ ശരീരത്തിലുള്ള പല വൈറ്റമിൻസിനെയും വലിച്ചെടുക്കുന്നതിന് തടസ്സമാകും. ഓട്സിനകത്ത് നമ്മുടെ ശരീരത്തിന് കേടായിട്ടുള്ള ആന്റി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് പല ഭക്ഷണങ്ങളിൽ നിന്നുമുള്ള ഗുണകരമായിട്ടുള്ള ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കില്ല. ഇത് ക്രമേണ നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഓട്സ് അധികം കഴിക്കരുതെന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമായിട്ടുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് വിശദീകരിക്കാം. ഓട്സിനകത്ത് സാധാരണഗതിയിൽ ധാന്യങ്ങളിൽ കാണുന്ന പോലുള്ള പലവിധ ആന്റി ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്, സത്യമാണ്. ഫൈറ്റേറ്റ്സ്, ഓക്സലേറ്റ്സ്, ലെക്റ്റിൻസ്, സാപ്പോണിൻസ്, എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന പലയിനം രാസവസ്തുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ രാസവസ്തുക്കൾ ഇതിനകത്തുള്ളത് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് കേടുമാണ്. പക്ഷേ ഇവ നമ്മൾ ഓട്സ് വേവിക്കാതെ പച്ചയ്ക്ക് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രോബ്ലം. ഓട്സ് നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? ഒന്നുകിൽ നമ്മൾ ഓവർനൈറ്റ് കുതിർത്തിട്ട് ഇവ കഴിച്ചു എന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ ഇവ പാകം ചെയ്ത് വേവിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് പോലെ ഉണ്ടായി കഴിക്കും, ഇല്ലെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കും. ഇല്ലേ, നമ്മൾ കുതിർക്കുക, പുഴുങ്ങുക, ബോയിൽ ചെയ്യുക, വെള്ളത്തിനകത്തിട്ട് വേവിച്ചെടുക്കുക, ഇങ്ങനെയെല്ലാം പല പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ രാസവസ്തുക്കളെല്ലാം തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് ഏകദേശം 95% നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഓട്സ് കഴിക്കാം. പച്ചയ്ക്ക് ഓട്സ് കഴിക്കാതിരിക്കുക, വേവിച്ച് ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഒരു ന്യൂട്രിയന്റും നഷ്ടപ്പെടില്ല.